മദ്യപാനം വരെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിപ്പോയി. റമദാൻ മാസത്തിൽ നിന്ന് പരസ്യമായിട്ട് പോലും ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് സമയമല്ല വിശദീകരിക്കാൻ. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഭൗതിക ലോക ജീവിതത്തിൽ മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഭൗതിക ലോക ജീവിതത്തിൽ അവൻ വഞ്ചിക്കപ്പെടുന്ന മനുഷ്യൻ നന്ദികെട്ടവനായി പോകുന്ന അവസ്ഥകളെ അല്ലാഹു പറഞ്ഞില്ലേ, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ وتأكلون التراث أكلا لما وتحبون المال حبا جما കല്ലാ വേണ്ടടോ ബല്ലാ തുക്രിമൂനൽ യതീം, എന്നാൽ അവൻ അനാഥയെ മാനിക്കുന്നില്ല, അനാഥയെ അവൻ മാനിക്കുന്നില്ല. അല്ലാഹുവിന്റെ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. മറിച്ചോ അവൻ അനാഥ മക്കളെ മാനിക്കുന്നില്ല, അവൻ അനാഥ മക്കളെ മാനിക്കുന്നില്ല എന്ന് അല്ലാഹു തആല പറയണമെങ്കിൽ അനാഥ ബാലന് ഭക്ഷണം കൊടുക്കല് മാത്രമല്ല, അവന് വസ്ത്രം വാങ്ങി കൊടുക്കല് മാത്രമല്ല, ഒരു യതീംഖാനക്ക് ഫണ്ട് കൊടുക്കല് മാത്രമല്ല, ഒരു അനാഥ ബാലന്റെ മനസ്സിലുള്ള വികാരം നിങ്ങൾ അറിയുന്നുണ്ടോ? അവന് നഷ്ടപ്പെട്ടു പോയ വാത്സല്യമുണ്ട്, അവന് നഷ്ടപ്പെട്ടു പോയ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഈദ്ഗാഹിന്റെ മൈതാനികളിലേക്ക് തങ്ങളുടെ പിതാവിന്റെ വിരലിൽ തൂങ്ങിക്കൊണ്ട് മറ്റുള്ള മക്കൾ ഈദ്ഗാഹിലേക്ക് പോകുമ്പോ സ്വന്തം മനസ്സ് നൊമ്പരപ്പെട്ടുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ആ അനാഥ ബാലന്റെ കണ്ണുനീരൊന്നപ്പാൻ, അവന് നഷ്ടപ്പെട്ടു പോയ സ്നേഹങ്ങളെ കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ അതാണടോ അനാഥ സംരക്ഷണമെന്ന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, അനാ വകാഫിലുൽ യതീമ ഫിൽ ജന്നതി ഹാകദാ, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും അവൻ സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വിരൽ കാണിച്ചുകൊണ്ട് ചോദിക്കുമ്പോ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അവനും അനാഥ മക്കളും അതുപോലെ തന്നെ പാവപ്പെട്ടവനും അവന്റെ വിജ്ഞാനത്തിന് വേണ്ടി വിജ്ഞാനം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് പണമില്ലാതെ കഷ്ടപ്പെടുമ്പോ, ഇതേ സ്കൂളുകൾ തുറക്കാൻ പോകുന്ന സമയമാണ്, വാപ്പയില്ലാത്ത മക്കളുണ്ടെങ്കിൽ അവർക്കൊരു പുസ്തകം വാങ്ങിക്കൊടുക്കാൻ, അവർക്കൊരു പേന വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ദിവസങ്ങളോളം കണ്ണുനീരൊലിപ്പിക്കുന്ന മാതാക്കളുണ്ടായിരിക്കുമ്പോ ഒരു സഹായത്തിന്റെ ഹസ്തമായിട്ടൊന്ന് ചെല്ലാൻ തയ്യാറുണ്ടോ നമ്മളെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ അല്ലാഹു പറഞ്ഞില്ലേ, വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിൽ അവൻ പ്രോത്സാഹനം നൽകുന്നില്ല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല, ഭക്ഷണം കൊടുക്കുന്നതിന്റെ മേൽ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോ അതിനൊരു പ്രോത്സാഹനം നൽകാൻ, ജീവിതം മുന്നോട്ട് ഗമിക്കാൻ അവസ്ഥയില്ലാതെ സാഹചര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുമ്പോ മുഴുവൻ നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്ന നാം ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ അയൽവാസി പാവപ്പെട്ടവനാണെങ്കിൽ അവന്റെ ജീവിതം എന്താ? അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അവൻ എന്റെ അയൽവാസിയല്ലേ എന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറില്ല. എന്റെ ജീവിതം എന്റെ സ്വാർത്ഥമായ രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോ അന്തരചുണ്ടികളായ കൊട്ടാര സൗധങ്ങളെ അവൻ സ്വപ്നം കാണുമ്പോ അല്ലാഹു പറഞ്ഞില്ലേ, അനന്തരമായി കിട്ടിയതിനെ വാരി വലിച്ച് തിന്നുന്ന ജനത്തിനോട് അമിതമായി ഇഷ്ടം വെക്കുന്ന പണമേ ജീവിതം എന്ന രീതിയിലൂടെ പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്ന വിശ്വാസത്തോടുകൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോ എന്താ മനുഷ്യ ഇങ്ങനെ അതർപ്പതിച്ച് പോയാൽ നീ ചെയ്യുക? നിന്റെ ഭൗതിക ലോക ജീവിതത്തിൽ നീ അത് ശ്രദ്ധിക്കേണ്ടതില്ലേ? ഇതൊക്കെ നാം ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ? അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ മനുഷ്യൻ നന്ദി കെട്ടവനായി പോകണ്ട. ഭൗതിക ലോക ജീവിതത്തിൽ അതർപ്പതിക്കരുത്, സമ്പത്തെന്നല്ല നശിക്കും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഭൗതിക ലോക ജീവിതത്തിൽ മൊത്തം നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രഹസ്യ ജീവിതങ്ങളിലാണെങ്കിലും മനുഷ്യർ മറ്റുള്ളവർക്ക് മുമ്പിൽ അലങ്കാരിയാൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ അവൻ നല്ലവനാണ്, എന്നാൽ അവന്റെ ആന്തരികമായ അവന്റെ രഹസ്യ ജീവിതങ്ങളിൽ അവൻ വളരെ മോശപ്പെട്ടവരാണ്. അവനൊരു പർവ്വതക്കണക്കിന് നന്ദിയായിട്ട് നാളെ പരലോകത്ത് വന്നാലും ഒന്നും
ഒന്നുമില്ലാതെ തിരിച്ചു പോകും. ആരാ അവൻ? രഹസ്യ ജീവിതം സൂക്ഷിക്കാത്തവനാണ്. നമ്മുടെയൊക്കെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ആയിത്തീരേണ്ടതുണ്ട്. ഭൗതിക ലോകത്തിലെ ആഡംബരങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ അതിർത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകാതെ നമ്മൾ ചിന്തിക്കണ്ടേ. ഈ അമ്പരച്ചൊപ്പികളായ കൊട്ടാരങ്ങൾ, അതല്ലെങ്കിൽ വലിയ വിലയേറിയ ബാങ്ക് അക്കൗണ്ടുകൾ, വിശാലമായ സ്ഥലങ്ങൾ, ഭൂമികൾ, ഇത് സ്വന്തമാക്കണമെന്ന മനുഷ്യന്റെ ആർത്തിയോടുകൂടെ അവൻ ഇതൊക്കെ ഹറാമായ ഒരു മാർഗത്തിലൂടെ സമ്പാദിച്ചാൽ ഒരു മരണം അവന് വരാനുണ്ട്. ആ മരണത്തോടുകൂടെ ചിന്തിക്കണ്ടേ. ആ മരണത്തോടുകൂടെ അവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മരമാടുമ്പോ അവന്റെ അമ്പരത്തുമ്പികളായ കൊട്ടാരം അവന്റെ കബറിലേക്കില്ല, വിലയേറിയ ബാങ്ക് അക്കൗണ്ടുകൾ അവന്റെ കബറിലേക്കില്ല, വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമികൾ അവന്റെ കബറിലേക്കില്ല. പിന്നെ അവന്റെ കബറിലേക്കുള്ളത് എന്താ? ഇത് നേടാനായി അവൻ ചെയ്തതായ ഹറാമായ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനം അവന്റെ കബറിലുണ്ടാകും. അതിനുള്ള ശിക്ഷ അവനവിടെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ വഞ്ചിതരാകരുത് എന്ന് പ്രത്യേകം ഉണർത്തിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പഠിപ്പിച്ച സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ലോക ജീവിതം എന്നുള്ളത് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. ഇത് മനുഷ്യനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ അറിയുന്നുണ്ടോ അവന്റെ ഭൗതിക ലോക ജീവിതത്തിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് അവന് മരണം വരിക എന്നുള്ളത്? നിങ്ങളുടെ ചെരുപ്പിന്റെ വാരടികളേക്കാൾ അടുത്താണെന്ന് പറയുമ്പോ നമുക്കറിയില്ലല്ലോ. ഈ ക്യാമ്പിലേക്ക് നടന്നുകൊണ്ട് വന്നവരല്ലേ തിരിച്ച് ഈ കാലുകൊണ്ട് നടന്നു പോകുമോ അതോ മറ്റുള്ളവന്റെ ചുമലിലേറി പോകേണ്ടി വരുമോ നമുക്കറിയില്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് നമ്മുടെ കൈകൊണ്ട് ധരിച്ചതല്ലേ? ഇത് നമ്മുടെ കൈക്കൊണ്ടഴിക്കുമോ അതോ നമ്മുടെ ജനാസ കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ടഴിക്കുമോ? നമുക്കതറിയപ്പെടാൻ കഴിയുന്നില്ല. ഈ നേരത്തെ സന്തോഷത്തോടുകൂടെ ഈ ക്യാമ്പിൽ നാം പങ്കെടുക്കുമ്പോ നാളെ ഈ നേരത്തെ ജീവനോട് കൂടെ ഉണ്ടാകുമോ അതോ പള്ളിക്കാട്ടിൽ പോയി കിടക്കേണ്ടി വരുമോ? നമുക്കതറിയില്ല തന്നെ. അതുകൊണ്ട് ചിന്തിക്കേണ്ടതില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഫഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ ഫഇദാ അംസൈത ഫലാ തൻതദിരിസ് സബാ. നീ പ്രഭാതത്തിലെത്തിയാൽ ഒരിക്കലും നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരത്തിലെത്തിയാൽ ഒരിക്കലും നീ പ്രഭാതത്തെയും പ്രതീക്ഷിക്കണ്ട. രാവിലെ നിന്റെ കിടപ്പറയിൽ നിന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് നീ എണീക്കുമ്പോ അന്ന് വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശിക്കൊണ്ട് സൂര്യൻ അതിന്റെ സാഗരത്തിന്റെ മടിത്തട്ടിലേക്ക് തലചായ്ക്കുമ്പോ ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന ചിന്ത മനുഷ്യ നിന്നിലേക്ക് വേണ്ട എന്ന് പറയുമ്പോ ഒരുപാട് പത്രത്താളുകളിൽ നിന്ന് മരിച്ചു നോക്കുമ്പോ കുഴഞ്ഞു വീണ് മരിച്ചോ, പനി വന്ന് മരിച്ചോ, ആക്സിഡന്റിലൂടെ മരിച്ചോ, സ്കൂളിൽ നിന്ന് പോലും വീണ് മരിച്ചു എന്ന് നാം പത്രത്തിലൂടെ മരിച്ചു നോക്കുമ്പോ എന്തേ നമുക്ക് ഗുണപാഠങ്ങൾ വരുന്നില്ല? 4-5 ദിവസങ്ങളായി പത്രങ്ങളിലൂടെ കാര്യമായി വാർത്തകളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് മംഗലാപുരത്തിന്റെ വാജ്പേയി എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ഒരു വിമാനത്തിന്റെ അപകടമുണ്ടായപ്പോ മനുഷ്യനെ ചിന്തിക്കേണ്ട പാഠമില്ലേ? 4-5 കൊല്ലക്കാലം ഗൾഫിൽ കിടന്നുകൊണ്ട് വിയർപ്പ് നീരാക്കിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് പ്രവാസ ജീവിതവും കഴിഞ്ഞ് ഒരൽപ്പം സമ്പാദ്യവുമായി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ തന്റെ ഉറ്റവരെ കാണണം, തന്റെ ഉടയവരെ കാണണം, തന്റെ പിഞ്ചോമന മക്കളെയും കാണണം, തന്റെ പുതിയ വീട്ടിലേക്കൊന്ന് താമസം മാറണം, തന്റെ മകളുടെ വിവാഹം ഒന്ന് കഴിച്ചു കൊടുക്കണം എന്ന നിരവധി ഉദ്ദേശങ്ങളുമായി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വാഹനം കയറുമ്പോ തന്റെ വീട്ടുകാരോട് ഫോണിലൂടെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം എത്തുമെന്ന് പറയുമ്പോ തന്റെ പിതാവ് വരുമല്ലോ എന്ന സന്തോഷത്തോടുകൂടെ വാഹനം വിളിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് ഫ്ലൈറ്റും കയറി ആ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ അനൗൺസ്മെന്റ് കേൾക്കുന്നു, ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവുകയാണ്, സീറ്റ് ബെൽറ്റ് ധരിക്കണേ എന്ന് കേൾക്കുമ്പോ ഒന്നുകൂടെ സന്തോഷത്തോടുകൂടെ സീറ്റ് ബെൽറ്റും ധരിക്കുമ്പോ എയർപോർട്ടിലും അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്, ഫ്ലൈറ്റ് ഇറങ്ങാനായി എന്ന് കേൾക്കുമ്പോ തന്റെ വാപ്പ ഇറങ്ങുമല്ലോ, തന്റെ ഭർത്താവ് ഇപ്പോൾ ഇറങ്ങുമല്ലോ, ഒന്നുകൂടെ സന്തോഷഭരിതരായി ഇരിക്കുന്ന